അതും നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ ഇലവീഴ പോലീസ് വയർലെസ് സ്റ്റേഷന്റെ ഒരു പരിസര പ്രദേശത്താണ്. അവിടുന്ന് താഴത്തെ വ്യൂ ആണ് ഫുള്ള് കാണാൻ പറ്റുന്നത്. ഫുള്ള് വളവ് തിരിവ് കൊള്ളാം. എസ് വരെ വഴി കിടക്കുന്നത്. കൊള്ളാൻ മഴയുണ്ട്, കോടയുണ്ട്. ആ വയർലെസ് സ്റ്റേഷനൊക്കെ അങ്ങോട്ട് പോകുമ്പോഴാണോ? അതിലേ അങ്ങോട്ടാ? ആ ഉണ്ട്. താങ്ക് യു. വന്നതിനേക്കാളും നല്ല റോഡ് എന്തുകൊണ്ടാണ് അവിടെ കല്ലില്ലായിരുന്നു. അതേപോലെ ആയിരുന്നാൽ മതി. അവിടെ മേഘമല പോലെ മേഘം പറഞ്ഞു പോകുന്നു. ഇലവീഴ പൂഞ്ചിറ നല്ല ക്ലൈമറ്റ് ആണ്. നമുക്ക് മേഘവും കോടയൊക്കെ പൊട്ടുന്നത് കാണാം. വഴി മാത്രം പോയി നമുക്കിവിടെ ഇലവീഴ പൂഞ്ചിറയിൽ വരാൻ പാസിൻ്റെ ആവശ്യമില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ കുറേ നടക്കാനുണ്ട്. അത് മാത്രമേ ഉള്ളൂ ചെറിയൊരു സീനായിട്ട്. പിന്നെ അവിടുത്തെ വൈബ് നോക്കുമ്പോൾ നമുക്ക് നടപ്പൊന്നും വലിയ സീനില്ല. നമ്മൾ ആ താഴേന്ന് നടന്നാ വന്നേ. ജീപ്പ് സഫാരി ഉണ്ട്. വേണ്ടവർക്ക് ജീപ്പ്, നല്ല ദൂരമുണ്ട്. നടക്കാൻ പാടുള്ളവർക്ക് ജീപ്പ് തന്നെയാണ് നല്ലത്. ഇതാണ് ഇലവീഴ പൂഞ്ചിറയിലെ വയർലെസ് സ്റ്റേഷൻ. സിനിമയിൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഇതാണ് പുതിയ പോലീസ് സ്റ്റേഷൻ. നമുക്ക് അങ്ങോട്ട് എൻട്രി ഇല്ല. നല്ല കാറ്റാണ്, നല്ല സീനറിയാണ് ഉള്ളത്. അവിടെ ഒരു കുളമുണ്ട്, കോട പോകുന്നു. അയ്യവ, സ്റ്റേഷൻ്റെ സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കണം. മഞ്ഞും മഴയും കാറ്റും ഒക്കെ ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കോട്ടയം ജില്ലയിലെ ഈ ഇലവീഴ പൂഞ്ചിറ. ഇലവീഴ പൂഞ്ചിറ എന്ന ഈ സ്ഥലപ്പേര് വരാൻ കാരണം ഇവിടെ ശക്തമായ കാറ്റാണ്. അപ്പോൾ ഈ ശക്തമായ കാറ്റിൽ ഇവിടെ വീഴുന്ന ഇലകളൊന്നും താഴത്തെ ചിറയിലൊന്നും പോയി വീഴാറില്ല. കാരണം അത് പറന്നു പോവാണ്. നല്ല കാറ്റാണ്. നമ്മൾ തന്നെ പാറിപ്പോകാതിരിക്കുന്നത് തന്നെ ഭാഗ്യം ഒരു കൂട്ടിയാൽ മതി. താഴെ നമുക്ക് മലങ്കര ഡാം, അതിൻ്റെ വൃഷ്ടി പ്രദേശങ്ങളൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ തെളിഞ്ഞ കാലാവസ്ഥയിൽ കോട്ടയം, ഇടുക്കി, എറണാകുളം, ആലപ്പുഴ ജില്ലകളിലെ സ്ഥലങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. കോട്ടയം, ഇടുക്കി ജില്ലയുടെ അതിർത്തി പ്രദേശം കൂടെയാണ് നമ്മുടെ ഈ ഇലവീഴ പൂഞ്ചിറ. നിങ്ങൾ നേരത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ ഇടുക്കിക്കല്ല് പോയപ്പോൾ അവിടുത്തെ കുറേ സ്ഥലങ്ങൾ കാണുന്നുണ്ടായിരുന്നു. അതിൻ്റെ പരിസര പ്രദേശങ്ങൾ തന്നെയാണ് കാണുന്നത്. എനിക്കിതിന് നോയ്സിൻ്റെ ചെറിയ വിഷയം കാണും. കാരണം ഇവിടെ നല്ല കാറ്റാണ്. നെടുമ്പാശ്ശേരി എയർപോർട്ടൊക്കെ രാത്രി വെട്ടം കാണാൻ പറ്റുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. കറക്റ്റാണെന്ന് എനിക്കറിയത്തില്ല. ഇലവീഴ പൂഞ്ചിറയിൽ വരാൻ പ്രത്യേകിച്ച് പാസോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് വരിക, കാണുക, പോവുക എന്നൊരു രീതിയാണ്. വിസിറ്റ് സ്ഥലമാണ്. കോട്ടയത്ത് വന്നാൽ എന്തായാലും വരാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഈ ഇലവീഴ പൂഞ്ചിറ. അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്ത് നമുക്ക് ഇല്ലിക്കക്കല്ലുണ്ട്. ഇല്ലിക്കക്കല്ല് കയറാൻ പാസ് ഉണ്ട്. നേരത്തെ നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മളാ മലയിലായിരിക്കും നിൽക്കുന്നത്. താഴെ ഫുള്ള് കോട കയറി. കൊള്ളാം. ആ ടവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റേ വയർലെസ്സിൻ്റെ സിഗ്നലായിരിക്കണം. ഫുള്ളുണ്ട് ഈ മല ഫുള്ള്. ഇല്ലിക്കക്കല്ലിൽ നിന്ന് കണ്ട ആ 3 മലയിൽ ഒന്നാമത്തെ മലയാണ് നമ്മൾ നിൽക്കുന്നത്. കോട പൊങ്ങുന്നുണ്ട് നല്ലപോലെ. താഴെ നേരത്തെ നല്ല വിസിബിളായിരുന്നു. താഴെ ടൗണും, ഈരാറ്റുപേട്ട ടൗണും, മേലുകാവും എല്ലാം. ഇപ്പം അതെല്ലാം കോട വന്ന് കയറി. പക്ഷെ നല്ല കോടയുണ്ട്. പിന്നെ തലയിലൊരു ചെറിയ മഴത്തുള്ളികൾ പോലെ ഉണ്ട്. നല്ല മഴയുണ്ട്. പെട്ടെന്ന് മഴ വരും, പെട്ടെന്ന് മഴ പോകും. കോട്ട് ഉള്ളൊരു കോട്ട് എടുത്തു വേണം, അല്ലെങ്കിൽ നിങ്ങൾ ഫുള്ള് നനയും. കൊള്ളാം. കോടയുണ്ട്. അതുപോലെ തന്നെ മേലുകാവിന് പോകുന്ന റോഡാണ് കാണുന്നത്. പുതിയ റോഡാണ്, നല്ല റോഡാണ്. ഞങ്ങളിനി അതിലാണ് തിരിച്ചു പോകുന്നത്. ഇത് പഴയ പോലീസ് സ്റ്റേഷൻ, അവിടെ പുതിയ വയർലെസ് പോലീസ് സ്റ്റേഷൻ. ഇനി വന്ന വഴിയാണ്. അപ്പോൾ തണുപ്പത്ത് ചെറിയ ചായ കുടിക്കണം എന്നുള്ളവർക്ക് ചായക്കടയുണ്ട് താഴെയായിട്ട്. അവിടെ ചെറിയ സ്നാക്സും ഉണ്ട്. അപ്പോൾ ഇതാണ് നേരത്തെ പറഞ്ഞ മേലുകാവ് റോഡ്. നല്ല വൃത്തിക്ക് പണിതിട്ടുണ്ട്. പുതിയ വഴിയാണ്. അപ്പം ഇതിലെ വരുന്നതാണ് നിങ്ങൾക്ക് യാത്രാസുഖം. ഇത്രയൊക്കെയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.